കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി നഗരസഭയുടെ സാമ്പത്തിക ക്രമക്കേടുകളും ജനവഞ്ചനയും തുറന്നുകാട്ടി LDF വ്യാഴാഴ്ച രാവിലെ 10-ന് നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്ന് LDF കൌൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനത്തിന് സർക്കാർ അനുവദിച്ച 9.67 കോടി രൂപ നഷ്ടപ്പെടുത്തിയ ഭരണസമിതി രാജിവെക്കണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് വിതരണത്തിലും ആശുപത്രികൾക്കുള്ള മരുന്ന് വിതരണത്തിലും ഗുരുതരമായ ക്രമക്കേട് നടന്നതായി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഓഡിറ്റ് റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ കൌൺസിലിൽ ചർച്ച ചെയ്യണമെന്നാണ് ചട്ടം. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും വിഷയം ചർച്ച ചെയ്യാൻ പോലും ഭരണസമിതി കൂട്ടാക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലമാണ് നഗരസഭയ്ക്ക് വിവിധ ഫണ്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായതെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. മഞ്ചേരി നഗരസഭയിലെ 2023-24 സാമ്പത്തിക വർഷത്തെ ലോക്കൽ ഓഡിറ്റ് ഫണ്ടിൽ ഒട്ടനവധി തെറ്റുകളും അഴിമതികളും അപാകതകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാർത്താ സമ്മേളനം നമ്മൾ വിളിച്ചേർത്തിട്ടുള്ളത്. സ്വാഭാവികമാണ്, ആ ഒരു ഓഡിറ്റ് ഫണ്ടല്ലേ, ഓഡിറ്റ് പരാമർശങ്ങളുണ്ടാവും. അത് കണ്ടെത്തുന്നതിനാണ് ഓഡിറ്റ് വിഭാഗത്തെ സർക്കാർ നിയമിച്ചിട്ടുള്ളത്. അവർ കണ്ടെത്തും, അത് കുറിപ്പായി തന്നെ കിടക്കും, ഫയലായിട്ട് കെട്ടി കിടക്കുമെന്നാണ് സാധാരണ കൌൺസിലിൽ നമ്മൾ ചോദിക്കുമ്പോൾ ബന്ധപ്പെട്ടവർ പറയാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ചില കാര്യങ്ങൾ നമ്മൾ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അഴിമതികളും അതിനകത്തുള്ള അപാകതകളും കണ്ടെത്തിക്കൊണ്ട് അത് തിരിച്ചുപിടിക്കുന്നതിനും അത് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിനും അതിനകത്ത് വീഴ്ച വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനും അതുപോലെ തന്നെ ആ പണം തിരിച്ചെടുക്കുന്നതിനും നാളെ ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ വിഭാഗം തന്നെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്ഥാന ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. പക്ഷെ കാലങ്ങളായിട്ട് നമ്മുടെ നഗരസഭയിൽ ഈ ഓഡിറ്റ് ഫണ്ട് ഒരു തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ ഈ സ്ഥാപനത്തിൽ ഒരുപാട് പദവികളും അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ അംഗീകാരമുള്ള ഒരു കൌൺസിൽ എന്ന കൌൺസിലിന്റെ നോക്കുകുത്തിയായിട്ടാണ് പല സമയങ്ങളിലും ഈ ഓഡിറ്റുകൾ ചർച്ച ചെയ്യാതെ മുഖവലിക്കെടുക്കാതെ പോവാറുള്ളത്. വാർത്താസമ്മേളനത്തിൽ കൌൺസിലർമാരായ മരുന്നൻ സാജിദ് ബാബു, AV സുലൈമാൻ, CP അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് പ്രേമ രാജീവ്, KT മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.